ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ. നമ്മുടെ ജനലിൽ നല്ല വീട് മൊത്തം പൊടി പിടിക്കുന്ന ഒരു സമയമാണിത്. പൊടിയും മാറാലയും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് വേനൽക്കാലം കൂടിയാണ്, അതുകൊണ്ട് പൊടിയൊക്കെ ഒന്ന് അധികം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു പൊടിയൊക്കെ നമുക്ക് ഒരു കുപ്പി വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പും പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യണം. കൂടാതെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കത്രികയൊക്കെ ഉണ്ടെങ്കിൽ അതിന് മൂർച്ചയൊക്കെ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ അലൂമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതിന് മൂർച്ച കൂടും കേട്ടോ. അലൂമിനിയം ഫോയിൽ പേപ്പർ ഇല്ല എങ്കിൽ നമ്മുടെ ഗുളികേൻ്റെ ഒഴിഞ്ഞ പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കത്രികയ്ക്ക് ഒത്തിരി മൂർച്ച കൂടും കേട്ടോ. കത്രിക എന്നല്ല, നമ്മുടെ നഖം വെട്ടിയൊക്കെ ഇതേ രീതിയിൽ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. ഇത് ഞാൻ അച്ചാർ ഒഴിച്ച് വെച്ചിട്ടുള്ളൊരു കുപ്പിയായിരുന്നു. ഇത് ഞാൻ കഴുകി, പക്ഷേങ്കിൽ അച്ചാറിൻ്റെ ഈ ഒരു സ്മെല്ല് പോകുന്നില്ല. അങ്ങനെ അച്ചാറിൻ്റെ ഒക്കെ ഒഴിഞ്ഞ കുപ്പിയിലൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഇട്ട് വെക്കണമെങ്കിൽ അതിൻ്റെ ഒരു മണമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഒന്ന് പിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ ഈ ഒരു ബോട്ടിലിൻ്റെ അകത്തങ്ങ് ഇട്ട് വയ്ക്കുക കേട്ടോ. പിറ്റേ ദിവസം ഇതെടുത്തിട്ട് നോർമലായിട്ടൊന്ന് കഴുകിയാൽ മതി. അച്ചാറിൻ്റെ ഒരു തുള്ളി മണം പോലും ഉണ്ടാവില്ല. അതെല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അച്ചാറിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ലോ കാര്യമോ അച്ചാറിൻ്റെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഈ ഒരു ചായയൊക്കെ ഒഴിച്ച് വെക്കുന്ന ഫ്ലാസ്ക്. ഇതിനകത്ത് ഡെയിലി നമ്മൾ ചായയൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ ഈ ഒരു പാലിൻ്റെ ഈ ഒരു മണമൊക്കെ ഉണ്ടാവും. ഈ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്കും കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം പിച്ച് ഇട്ട് കൊടുക്കുക. അധികമൊന്നും വേണ്ട, കുറച്ച് മതിയാവും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നല്ല തിളയ്ക്കുന്ന വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനത്തെ ഫ്ലാസ്കിൽ ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇത് നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് 1 മണിക്കൂർ നേരത്തോളം വെച്ചാൽ മതി. ചൂടുവെള്ളം ഒഴിച്ചതിനെ കൊണ്ട് തന്നെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് എടുത്ത് നമുക്ക് കഴുകിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മുടെ വീട്ടിലുള്ള ജനലിലൊക്കെ പിടിച്ചിരിക്കുന്ന മാറാലയും അതേപോലെ തന്നെ പൊടിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുപ്പി മതി. ഈ ഒരു കുപ്പി കൊണ്ടാണ് നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടത്. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഇത്ര രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കത്തി നമ്മൾ ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നല്ല മൂർച്ചയൊക്കെയുള്ള കത്തിയാണെങ്കിലും എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും മിനറൽ വാട്ടറിൻ്റെയോ ഇങ്ങനത്തെ മറ്റെന്തെങ്കിലുമൊക്കെ കുപ്പി മതിയാവും കേട്ടോ. നമ്മൾ സോഡയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കുപ്പി ആയാലും കുഴപ്പമില്ല. ഇനി ഒരു കുപ്പീൻ്റെ ഭാഗത്ത് പ്ലസ് ചിഹ്നത്തിലായിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് ചെറിയ ഹോൾസ് വെച്ച് കൊടുക്കണം. നമ്മുടെ പപ്പടം കുത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ട് കുഞ്ഞു ഹോൾസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അധികം വലുതായി പോകണ്ട, കുഞ്ഞു ഹോൾസ് വെച്ച് കൊടുക്കുക. 4 എണ്ണം 4 ഭാഗത്ത് ക്രോസ് ആയിട്ട് കേട്ടോ ഇതേപോലെ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോട്ടൻ്റെ ഷോളോ അല്ലെങ്കിൽ പഴയ നൈറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ചെടുക്കുക. എന്തെങ്കിലും തുണി മതി. ഞാനിപ്പോൾ ഒരു പഴയ നൈറ്റി ഒന്ന് മുറിച്ചെടുത്തതാണ്. ഇനി ഒരു ഇഞ്ച് വീതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. 1 ഇഞ്ച് വെച്ചിട്ട് ഇത് നിറയെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. 4 മടക്കാക്കിയിട്ട് ഞാൻ മടക്കിയിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ച് വീതിയോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ അത്രത്തോളം മതി. അധികം ചെറുതായി പോവേ അധികം വലുതായി പോവുകയും വേണ്ട. 1 ഇഞ്ച് വീതിയിലിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ടൊന്ന് നിവർത്തി വെക്കണം കേട്ടോ. നീളത്തിലാക്കിയിട്ട് ഇതിപ്പം കൂടിയിട്ടാണല്ലോ ഉള്ളത്. 4 മടക്കിയാൽ കൊണ്ട് തന്നെ കൂടിയിട്ടാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് വേർതിരിച്ചിട്ട് ഇതേപോലെ ഒന്ന് നിവർത്തി വയ്ക്കാം. അപ്പം ഞാനിത് മുഴുവനായിട്ടൊന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പകുതിയാക്കി എടുക്കണം. ഇത് ഒരുപാട് ഉള്ളതിനെ കൊണ്ട് തന്നെ ഇത് 2 ഭാഗമായിട്ട് പകുതിയാക്കി എടുക്കുക. ഒരേ നീളത്തിലായിരിക്കണം കേട്ടോ, എന്നാൽ കാണാനൊരു വൃത്തി ഉണ്ടാവും. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ക്ലീൻ ആക്കാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. ഒരേ പകുതിയായിട്ട് തന്നെ എടുക്കുക. അതേപോലെ തന്നെ ഒരേ നീളത്തിലും ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനിത് പകുതിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ക്രോസ് ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ച പകുതി ഇതിൻ്റെ മുകളിൽ ഒരു പ്ലസ് ചിഹ്നത്തിൽ ക്രോസ് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേ കണക്കിനൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ഒരു റിബണാണ് വേണ്ടത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്ലാക്ക് കളർ എടുത്തത്. ഇനി ഇതിൻ്റെ അടിയിൽ കൂടെ ആയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ വെച്ചതിൻ്റെ അടിഭാഗത്തൂടെ ഇട്ടിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെ അടിഭാഗത്തൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിക്കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് ഓരോ കെട്ട് വീതം ഇട്ട് കൊടുക്കുക. നല്ല മുറുകി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ കെട്ടുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ
അടിയിലൂടെ എടുത്തിട്ട് നന്നായി വൃത്തിയായിട്ട് തന്നെ കെട്ടിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഷൂ ലേസ് പോലത്തെ ഒരു കയറാണ് എടുത്തത്. അപ്പോൾ അതാകുമ്പോൾ നല്ലോണം നമുക്ക് മുറുകിയിട്ടിരിക്കും. അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു റിബണും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് പകുതിയാക്കിയിട്ട് രണ്ടെണ്ണാക്കിയിട്ട് 2 പീസാക്കിയിട്ട് എടുക്കണം. എന്നിട്ടൊന്ന് ഇൻഡു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതേപോലെ ഇൻഡു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ക്രോസായിട്ട് അതേപോലെ ക്രോസായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇങ്ങനത്തെ ഈ ഒരു ക്രോസായിട്ട് വെച്ചിട്ട് നമ്മൾ കെട്ടുമ്പോൾ അത് നല്ലോണം മുറുകിയിരിക്കും കേട്ടോ. അത് പെട്ടെന്നൊന്നും അഴിഞ്ഞു പോകത്തില്ല. നമ്മൾ അത്രയും ശ്രമിച്ചാലേ അഴിഞ്ഞു പോകത്തുള്ളൂ, അല്ലാണ്ട് പെട്ടെന്നൊന്നും അഴിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്രോസായിട്ട് പിന്നെ വെച്ചിട്ട് ഒന്നത് നല്ലോണം മുറുക്കിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കുപ്പിയില്ലേ, കുപ്പീൻ്റെ പകുതി ഭാഗം അതെടുക്കുക. ഈ ഒരു 4 കയറിൻ്റെ 4 ഭാഗവും കൂടെ നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ഈ ഒരു ഓൾസിലൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കുഞ്ഞു ഓൾസ് ആയതിനെക്കൊണ്ട് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഓൾസ് വലുതാക്കരുത്. ഈ ഒരു കുഞ്ഞു ഓൾസ് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ ഒരു കയറായതിനെക്കൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് 4 ഓൾസിലൂടെയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു നേരെ ഇത് മറച്ച് വെച്ചിട്ട് അടിഭാഗത്താണ് കേട്ടോ കെട്ടേണ്ടത്. നേരെ മറച്ച് വെച്ചിട്ട് ക്രോസായിട്ട് തന്നെ എടുത്തിട്ട് നല്ല മുറുക്കിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ എത്രത്തോളം ടൈറ്റായിട്ട് കിട്ടുന്നു അത്രത്തോളം ഇത് അഴിഞ്ഞു പോവാതെ നല്ല ടൈറ്റായിട്ടിരിക്കും കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് നനയ്ക്കുമ്പോൾ അങ്ങനെ വെയിറ്റ് കൂടുമ്പോൾ പെട്ടെന്ന് അഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് നല്ല മുറുക്കിയിട്ട് കെട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അടിയിലൂടെ എടുത്ത് ക്രോസ് ആയിട്ടൊക്കെ കെട്ടുമ്പോൾ അതല്ല അവിടെ മുറുകിയിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ കെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മുറുകിയിരിക്കുന്നുണ്ട്. ഇത് അഴിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. ഇനി ഈ ഒരു കുപ്പീൻ്റെ മൂടി അങ്ങ് ഊരുക. എന്നിട്ട് ഒരു കമ്പ് വേണം നമുക്ക്. നമ്മൾ തുടയ്ക്കുന്ന പഴയ മോപ്പിൻ്റെയൊക്കെ കമ്പുണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ സ്റ്റീലിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിവിടെ ഒരു മരത്തിൻ്റെ ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മരത്തിൻ്റെ ചെറിയ കഷ്ണത്തിൻ്റെ നടുവിലായിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു വിടവ് ഇട്ട് കൊടുത്തതിനെ കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഈ ഒരു മൂടീൻ്റെ ഉള്ള ഭാഗത്തേക്കൊന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടുവിലായിട്ടൊരു കീറലിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് ഇടാനും പറ്റും. അതുമാത്രമല്ല നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിങ്ങനെ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. പെട്ടെന്ന് അഴിഞ്ഞു പോകത്തൊന്നുമില്ല. പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ഒക്കെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ എടുക്കുന്നതെങ്കിൽ അതൊന്ന് ചൂടാക്കിയ ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഈ ഒരു കുപ്പീൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഒരേ സമത്തിലൊക്കെ മുറിച്ചതിനെ കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് കാണാനും. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നിലം തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല വൃത്തിയായിട്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ളതിനെ കൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ജനലിൻ്റെ മുകളിലൊക്കെയുള്ള മാറാലയും പൊടിയും ഒക്കെ നമുക്ക് ഇതിനോണ്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഇങ്ങനത്തെ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയണ്ട. കളയുന്നതിന് മുമ്പായിട്ട് ഇത്തിരി നമ്മൾ ഇരിക്കണം എന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ഒത്തിരി ഉപയോഗങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല ഉയരത്തിലൊക്കെ നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നീളമുള്ള കമ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുകളിലായിട്ടുള്ള ഫാനിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള മാറാലൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാ ഇവിടെയൊക്കെ നന്നായിട്ട് മാറാല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം തുടയ്ക്കുന്നുണ്ട്. ഇതേപോലെ ചുവരിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് ഈ ഒരു മോപ്പ് കൊണ്ട് തന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പഴയ മാക്സിയോ അല്ലെങ്കിൽ ഷോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. 5 പൈസ, നമുക്ക് പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും ചിലവില്ല. കളയുന്ന കുപ്പിയും കളയുന്ന തുണിയും പിന്നെ പറമ്പും ഒരു കമ്പും എടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ മോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.